ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു പരീക്ഷണമാണ് നടത്താൻ പോകുന്നത്. ഇത് ഞങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടു, പപ്പടം നമുക്ക് വീട്ടിൽ വൃത്തിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പം മായമൊന്നുമില്ലാത്ത നല്ല പപ്പടം വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് കണ്ടു. ഞങ്ങൾ ചെറിയൊരു പരീക്ഷണം നടത്താൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് അറിയാം പപ്പടം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളതിൽ കണ്ട പ്രകാരം കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള സാധനം മെയിനായിട്ട് ഉഴുന്ന്, നന്നായിട്ട് പൊടിച്ച ഉഴുന്ന്. അപ്പോൾ അത് ഉഴുന്ന് നന്നായി പൊടിച്ച ഉഴുന്ന് ഇവിടെയുണ്ട്. അതിന് ശേഷം കുറച്ച് ഉപ്പ് വേണം, പിന്നെ എണ്ണ, കുറച്ച് വെള്ളം, പിന്നെ ആവശ്യമുള്ളൊരു സാധനം കടയിൽ നിന്ന് വാങ്ങണം എന്നുള്ളത് ബേക്കിംഗ് സോഡയാണ്. ഇത് കുറച്ചേ ആവശ്യമുള്ളൂ. ഇതിപ്പം ഞങ്ങൾ എടുത്തേക്കുന്നത് ഒരു 500 ഗ്രാം ഉഴുന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 500 ഗ്രാം ഉഴുന്നിനൊരു 1.5 സ്പൂണിൻ്റെ ആവശ്യമേ ഇത് പറയുന്നുള്ളൂ. അപ്പോൾ 1.5 സ്പൂണ് എന്നുള്ളത് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും മിനിമം ഉള്ളൊരു 100 ഗ്രാം വാങ്ങിയ ബേക്കിംഗ് സോഡ വാങ്ങിയതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ആവുന്നതും മായമൊന്നും ഇല്ലാതെ ഉഴുന്നുകൊണ്ട് മാത്രമുള്ളത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് ഇത് പരത്താനുള്ളൊരു സൗകര്യത്തിന് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് മൈദ അത് പരത്താൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കണ്ടത്. അപ്പം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്ന് പൊടിച്ചത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. നല്ല തരി കളഞ്ഞ് നന്നായിട്ട് അരിച്ചെടുക്കുക. അങ്ങനെ ഞങ്ങൾ ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഉഴുന്നിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക. ഇത് ഏതാണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുഴച്ച് എടുക്കുന്നതാണ്. ഒരു നല്ല പദം വരുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിൽ വെള്ളം, പിന്നെ അതൊന്ന് കുഴച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിടാം. നമുക്ക് നോക്കാം. ഇതിൽ കുറച്ച് ഉപ്പിടാം. ഏതാണ്ട് ഒരു സ്പൂണ് ഉപ്പിടാം എന്നാണ് നോക്കുന്നത്. വിചാരിക്കുക 1 സ്പൂണ് മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഏതാണ്ടായിട്ടുണ്ടാവും 1 സ്പൂണല്ലേ. ഓക്കെ. ഇനി ബേക്കിംഗ് സോഡ. ഇത് ഒരു 1.5 സ്പൂണ് ബേക്കിംഗ് സോഡ ഇടാമെന്നാണ് കണ്ടത്. അപ്പം 1.5 സ്പൂണൊന്നുമല്ല, ഞങ്ങളൊരു ഏതാണ്ട് കണക്ക് വെച്ചങ്ങ് ഇടുകയാണ്. ഇനി ഇടാതെ കേട്ടോ. എല്ലാം ഒരു കൊട്ടക്കണക്കിലാണ് പോകുന്നത്. റെഡി. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് കുഴച്ചൊരു പരുവായതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം. ഒരു 2 ടീസ്പൂൺ എണ്ണ ചേർക്കാവുന്നതാണ്. ഒന്നുകൂടി ഒന്ന് മായം വരാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ എണ്ണ ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് കുഴച്ച് നന്നായിട്ടൊന്ന് പദം വരാൻ വേണ്ടി ഒരു മുട്ടി കൊണ്ടൊന്ന് ഇടിച്ച് നന്നായിട്ട് പദം വരുത്തി എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നന്നായി ശക്തിയായി അമർത്തി നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നാലും നല്ല മൃദുവായി നല്ല മയം വരണം. അത്രയും കുഴച്ചെടുക്കണം. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് കുഴച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒന്ന് ഉരുട്ടി ഇനി അതിനെ ഒന്ന് പരത്തണം. അപ്പോൾ പരത്താനുള്ള ശ്രമമാണ്. കുറച്ച് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി മൈദ എടുക്കാം. ഇത് എടുത്തില്ലെങ്കിൽ ഇത് കല്ലിൽ നമുക്ക് കിട്ടില്ല. ഇത്തിരി പാടാണ്. നല്ല ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഉഴുന്ന് വെള്ളം കൂട്ടി കുഴച്ച് പദമായി കഴിഞ്ഞാൽ നല്ല പശപശപ്പാണ്, നന്നായിട്ട് ഒട്ടും. അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് പരത്താൻ വേണ്ടിയിട്ട് ലേശം മൈദ കൂട്ടുന്നു. ഇനി
നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നന്നായിട്ട് പരത്തുക. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ പരത്തി നൈസാക്കി എടുക്കുക. ഇനി പിന്നെ നമ്മളൊരു യൂണിവേഴ്സലി പപ്പടത്തിൻ്റെ ഒരു ഷേപ്പ് റൗണ്ടായിട്ട് പരിഗണിക്കുന്നുണ്ട്. റൗണ്ടാക്കാനുള്ളൊരു എളുപ്പമാർഗം ജസ്റ്റ് ഒരു പാത്രം വെച്ച് അടയ്ക്കുന്നു. നമുക്ക് റൗണ്ടാക്കാൻ ഇതാണ് ഏറ്റവും എളുപ്പം. ചുറ്റും അങ്ങ് എടുത്ത് കളയാം. അപ്പോൾ ഏതാണ്ട് നമുക്കൊരു റൗണ്ട് പപ്പടം ഈ സൈഡിലും കൂടി കുറച്ച്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ പപ്പടം റെഡിയായി. നമുക്ക് പപ്പടം എങ്ങനെ ആവുന്നുള്ളതെന്ന് നോക്കാം. ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാച്ചിയ പപ്പടം ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. വലിയ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പപ്പടത്തിൻ്റെ ഒരു കാണാനുള്ള ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും ഒരുവിധം എന്താ പറയുക, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആർക്കും ട്രൈ ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്നാൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയി തോന്നുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ പപ്പടം ഇതാണ്. എന്തായാലും സാധാരണ പപ്പടം പോലെയൊക്കെ തന്നെ ഉണ്ട്. കഴിച്ച് നോക്കട്ടെ. കുറച്ചുകൂടി നൈസ് ആവണമെങ്കിൽ ആവാമെന്നുള്ളതേ ഉള്ളൂ പരത്തുന്ന സമയത്ത്. എന്നാലും പപ്പടം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം.